അപ്പോൾ നമ്മൾ ഒരു ഫൗണ്ടർ ബ്രാൻഡ് ഉണ്ടാക്കി. വി സ്റ്റാർട്ടഡ് സെല്ലിങ് സം ഐറ്റംസ്. വി സ്റ്റാർട്ടഡ് എ ഷോപ്പിഫൈ സ്റ്റോർ. അതിൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയി. ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. വാട്ട് നെക്സ്റ്റ്? Next, very important thing is building the brand. Branding. ഓക്കെ, കുറെ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സംഭവം. സോഷ്യൽ മീഡിയ ഒരു സൈഡ് അങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് സെയിൽ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ആ സെയിൽ ഉണ്ടാകുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. ബിക്കോസ് യു ഹാവ് എന്താ പറയുക, യു ഹാവ് മണി ടു ഇൻവെസ്റ്റ്, you have freedom. Social media, it's a long SEO ആയിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാൻ, റൈറ്റ്? അപ്പൊ ആ കാര്യങ്ങൾ നടക്കുക. ഈ ഒരു സൈഡ് പെർഫോമൻസിലൂടെ സെയിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ സോഷ്യൽ മീഡിയയിൽ ലീസ്റ്റ് ബോധേഡ് ആയിരിക്കും. ഓക്കെ, they are always will be like sale for strategy. But what happens is social media, നിങ്ങൾക്ക് ഇനീഷ്യൽ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയന്റെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആണെന്ന് ഞാൻ പറയൂല. ബട്ട് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഇൻ ബ്രാൻഡിങ്. ഇറ്റ് ഹെൽപ്സ് ലോട്ട് ഇൻ ലോങ് ടേം എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇ-കോമേഴ്സ് അല്ലേ, ഇപ്പൊ നമ്മൾക്ക് അക്കാഡമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന എൻക്വയറീസ് ആണ് ഏറ്റവും ഈസി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് പെർഫോമൻസ് ഇല്ലെങ്കിലും സാറില്ല, ഇൻസ്റ്റാഗ്രാം അവിടെ ഫില്ലാക്കും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓൾറെഡി ഫൗണ്ടർ ബ്രാൻഡ് ഉണ്ടാക്കി. അപ്പം അതായത് ഫൗണ്ടർ ബ്രാൻഡ്, അതിന്റെ കൂടെ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, അപ്പം നൗ ഹൗ ഡു ഐ ടേക്ക് കെയർ ഓഫ് മൈ ബ്രാൻഡ് പേജ്? യു ആർ ടോക്കിംഗ് അബൌട്ട് ദ ബ്രാൻഡ് പേജ്, റൈറ്റ്? യെസ്. ഐ ആം നോട്ട് എ ക്രിയേറ്റീവ് ഓർ മാർക്കറ്റ്, എന്താ പറയാ, ഭയങ്കരമായ മാർക്കറ്റർ എന്നല്ല ഞാൻ, പക്ഷെ നമുക്ക് സെയിൽ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ, അപ്പം ബ്രാൻഡ് പേജിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫൗണ്ടർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദോസ് ജ്യൂസ് ഇൻ ടു യുവർ ബ്രാൻഡ് പേജ്, റൈറ്റ്? കൊളാബറേഷൻ ഇതൊക്കെ ചെയ്തിട്ട് കൊളാബറേഷൻസ് ചെയ്യാം. പിന്നെ ബ്രാൻഡ് പേജിൽ കൂടുതലും ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ്, കസ്റ്റമേഴ്സിന് ഒരുപാട് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രോഡക്റ്റ് സ്പെസിഫിക് ഇമേജസ് കാര്യങ്ങൾ നമുക്ക് ഫൗണ്ടർ ബ്രാൻഡിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് സി പീപ്പിൾ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് യുവർ ബിഹൈൻഡ് ദ സീൻസ്. BTS കുറെ ആൾക്കാർ ഫൗണ്ടർ ബ്രാൻഡ് ചെയ്യുമ്പോഴും മച്ച്, ഇപ്പൊ ഞങ്ങളൊക്കെ ക്ലയൻസിനോട് പറയും, അവിടുത്തെ കുറച്ച് ബിഹൈൻഡ് ദ സീൻ സ്റ്റോറീസ് ഒക്കെ അയച്ചതാ, വിൽ പുട്ട്. പീപ്പിൾ ആർ നോട്ട് റെഡി ഫോർ ഇറ്റ്. ദേ ആർ റോങ്. എന്താ വെച്ചാൽ ആൾക്കാര് അതിന്റെ പിന്നിൽ എന്ത് നടക്കാന്നറിയാൻ വേണ്ടിയിട്ടാണ് റിയൽ യു സ്റ്റോറീസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ കൺവേർഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഫീഡിലൂടെ കുറെ ഫോളോവേഴ്സിന് കൊണ്ടുവരാന്നല്ലാണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൺവേർഷൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോറീസ് ആണ്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഡോക്യുമെന്റിംഗ് ഓവർ there also, your ups, your downs, everything. So people have to see you as you over there. So founder brandലൂടെ ഇത് ചെയ്യുമ്പോഴും കമ്പനി പേജിലൂടെ യു ഹാവ് ടു പുട്ട് എന്താ പറയാ, അതിനെതിരെയുള്ള FAQs, പിന്നെ പ്രോഡക്റ്റ്, പിന്നെ ഹൗ ടൂസ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടിപ്സ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് ബോത്ത് ആർ ഇമ്പോർട്ടന്റ്, right? Both supports each other. Tomorrow maybe you might not be talking about the little, suppose you have grown to a very greater extent, you will be talking about over the cloud things, right? അന്ന് ഈ പ്രൊഡക്റ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്രാൻഡ് പേജ് വേണം. വിൽ നോട്ട് ടോക്ക് അബൌട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹം ലീഡർഷിപ്പിനോട് സംസാരിക്കാനാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പം അവിടെ ഒരു കമ്പനി പേജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാവണം. ബിക്കോസ് I am interested in this particular topic. Before I was interested in that topic. Now I'm interested in talking about leadership a lot because I'm a hardcore people person. Okay. So അങ്ങനെ ഉണ്ടാവുമ്പോഴേക്ക് ഒരു സൈഡ് ആ കമ്പനിനെ കുറിച്ചിട്ടും കമ്പനിന്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പേജ് വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു ഹാവ് എ പേഴ്സണൽ ബ്രാൻഡിങ്. പിന്നെ അതുമല്ല, യു ആർ റണ്ണിങ് എ ലോഡ് ഓഫ് മണി ഓൺ ആഡ്സ്. Right? See, ads, പക്ഷെ നമ്മൾ ആഡ്സിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വി ആർ ഗെറ്റിംഗ് ദ യെസ്. പെർഫോമൻസിലൂടെ ആഡ്സിന് റൺ ചെയ്യുമ്പോഴും ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാർ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ടാവും. അതെ, അപ്പം ആ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ചില റീൽസ് മില്യൺസ് വ്യൂസ് ഉണ്ടാവും, അവരുടെ പ്രൊഫൈലിൽ ആകുമ്പോൾ 1000 ഫോളോവേഴ്സ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂസ് കണ്ടിട്ട് ആൾക്കാർ പ്രൊഫൈലിൽ പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള കോണ്ടന്റ് അവിടെ ഇല്ല. So they are not following because I'm not getting this content often. ഇത് ഒരിക്കൽ മന്ത്ലി, ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്. അതുപോലെ ആഡ്സിൽ ആൾക്കാർ പോകുമ്പോഴേക്ക് അതിൽ കുറച്ച് ആൾക്കാർ പേജിലേക്ക് വരും. പേജിൽ വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ കോണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ഫോളോ. Okay, so it's important that
ആ ആഡ്സിൽ റൺ ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന കുറച്ച് കോണ്ടന്റ്സ് അവിടെ എപ്പോഴും പിൻഡ് ആയിട്ടോ മുകളിൽ ഉണ്ടാവണം എന്നുള്ളത്. സോ ഇഫ് ദേ സ്റ്റാർട്ടഡ് ഫോളോയിങ്, കൺഗ്രാറ്റ്സ്. അല്ല അപ്പൊ ലെറ്റ് മീ ട്രൈ ടു ഗെറ്റ് ദിസ് റൈറ്റ്. സോ നൗ ഐ ഹാവ് എ പേഴ്സണൽ ബ്രാൻഡ്, അല്ലെങ്കിൽ ഫോണ്ടർ ബ്രാൻഡ്. നൗ ഐ ഹാവ് എ വെബ്സൈറ്റ്. ഐ പാരലലി ആൾസോ ബിൽഡ് എ ബ്രാൻഡ്. ഹാരിസ് പറഞ്ഞ പോലെ ഐ ആൾസോ ഹാവ് എ ബ്രാൻഡ് പേജ്. അവിടെ എൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് കൂടുതൽ.